ഹലോ നമസ്കാരം. അജ്മലാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്നതും പുഴകളിലും കായലുകളിലും ജീവിക്കുന്ന പൂമീനുകളെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ പ്യുവർ കടൽ മത്സ്യമായ പൂമീനിനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. നമ്മൾ മലയാളികൾക്കിടയിൽ ഇവൻ്റെ പേര് സാധാരണയായിട്ട് പൂമീൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ സായിപ്പിൻ്റെ നാട്ടിലെത്തുമ്പോൾ ഇവൻ്റെ പേര് മിൽക്ക് ഫിഷ് എന്നാണ്. ഗുണാംശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ള ഈ മത്സ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ചാനോസ് എന്നാണ്. മറ്റു കടൽ മത്സ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ശാരീരിക വളർച്ചയും മറ്റു മത്സ്യങ്ങളോട് പൊരുത്തപ്പെട്ട് കമ്പനിയടിച്ച് ജീവിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ സസ്യാഹാരം അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണശീലവും ഈ മത്സ്യത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. വായിൽ പല്ലുകളില്ല എന്നത് ഈ മത്സ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മേൽത്താടി കീഴ്ത്താടിയേക്കാൾ കുറച്ചും കൂടി അല്പം മുന്നോട്ട് തള്ളി നിന്നാണ് കാണപ്പെടാറുള്ളത്. ശരീരം മുഴുവനും ചെറിയ ചെതുമ്പലുകളാൽ ആവരണപ്പെട്ടിരിക്കുന്നതിനാൽ ചെതുമ്പൽ കളഞ്ഞിട്ടും അതുപോലെ തൊലി കളഞ്ഞിട്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റമർ അഭിപ്രായ പ്രകാരം ചെതുമ്പൽ കളഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ മീനും കട്ട് ചെയ്യുമ്പോഴും കസ്റ്റമർ അഭിപ്രായ പ്രകാരം കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു മുതലാണിത്. കറി വെക്കാനാണെങ്കിലും ഫ്രൈ ചെയ്യാനാണെങ്കിലും ഒരുപോലെ ടേസ്റ്റുള്ളൊരു മത്സ്യം കൂടിയാണ് പൂമീൻ. വളരെ സോഫ്റ്റായിട്ട് പിങ്ക് കളറിലാണ് ഈ മത്സ്യത്തിൻ്റെ മീറ്റ് കാണപ്പെടാറുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മീറ്റ് തന്നെയാണ് ഈ പൂമീൻ്റെ മീറ്റ്. ഫിഷ് മോളിയൊക്കെ വെക്കാൻ ഏറ്റവും ബെറ്ററാണ് പൂമീൻ്റെ മീറ്റ്. ഈ മത്സ്യത്തെ മിൽക്ക് ഫിഷ് എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. 8 കിലോഗ്രാം മുതൽ 10 കിലോ വരെയാണ് ഈ മത്സ്യത്തിൻ്റെ സാധാരണ വളർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 14 കിലോ വരെ വരുന്നൊരു പൂമീനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ ആഴമേറിയ പ്രദേശങ്ങളിൽ മുട്ടയിട്ടാണ് ഈ മത്സ്യം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരു പെൺമത്സ്യം ശരാശരി 5 മുതൽ 7 ലക്ഷം വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പല പഠനങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മുട്ടകൾ ഏകദേശം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കൊഴുത്ത് ലാർവകളായിട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള ലാർവകളെ സാധാരണയായിട്ട് ചതുപ്പ് നിലങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ഇത്തരത്തിൽ ലാർവകൾ വിരിഞ്ഞുണ്ടാകുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ സാധാരണയായിട്ട് ശരാശരി 2 വർഷം മുതൽ 3 വർഷം വരെ ആ ചതുപ്പ് നിലങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ വേണ്ട ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും ഈ മത്സ്യം അവൈലബിൾ ആണ്. സമുദ്രജലത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഈ മത്സ്യം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും കൊമേഴ്ഷ്യലായിട്ട് വളർത്തിയെടുക്കപ്പെടാറുണ്ട്. സമുദ്രജലത്തിൽ ജീവിക്കുന്ന പൂമീനും അതുപോലെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന പൂമീനും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ ശരീരഘടനയുടെ കാര്യത്തിലാണെങ്കിലും രുചിയുടെ കാര്യത്തിലാണെങ്കിലും അതിപ്പോൾ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന പൂമീനെ അപേക്ഷിച്ച് കടൽ മത്സ്യമായ പൂമീന് രുചി വളരെ കൂടുതലാണ്. ഇതുപോലെ 100% ഫ്രഷ് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമായ മത്സ്യങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് പോകുന്നുള്ളൂ. ഇതുപോലെ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഹാവ് എ നൈസ് ഡേ.